ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് മെയ് 8, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, അതുപോലെ തന്നെ ഇന്നലത്തെ ന്യൂസ് ചാനലിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു, ന്യൂസ് ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച്. ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ കറണ്ട് അഫേഴ്സിലും ഇന്ന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വാർത്ത എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. കൂടാതെ മറ്റു ചില ഹെഡിങ്സ് ആണ്. CBI ഡയറക്ടർ കാലാവധി സർക്കാർ ഒരു വർഷത്തേക്ക് നീട്ടി. ആരാണ് CBI ഡയറക്ടർ? മെയ് 5 വ്യാപാര ദിനമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യൻ ആർമി ഫോർ ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യൻ സൈന്യം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു വാർത്തയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വാർത്ത. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 7 പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം വ്യോമസേനയും സംയുക്തമായി ഏത് രഹസ്യനാമത്തിലാണ് വ്യോമാക്രമണം നടത്തിയത്? ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലാണ് ഡിഫൻസ് ഫോഴ്സ് ഇന്നലെ നടത്തിയ, അതായത് മെയ് 7 വെളുപ്പിന് നടത്തിയിട്ടുള്ള ആ ഒരു അറ്റാക്ക്. ഈ ഒരു പേര് നൽകാൻ കാരണം ഏപ്രിൽ 22 നടന്നിട്ടുള്ള പഹൽഗാമിൽ നടന്നിട്ടുള്ള ആ ഒരു ഭീകരാക്രമണം. അതിൽ 26 പേര് മരിക്കുകയും പല സ്ത്രീകളുടെയും സിന്ദൂരം മാക്കേണ്ടി വന്നു. അതുമൂലമാണ് ആ ഒരു പേര് നൽകിയിട്ടുള്ളത്, സിന്ദൂർ എന്ന പേര് നൽകിയിട്ടുള്ളത്. 2025 മെയ് 7 നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ എത്ര പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ ഭീകര ക്യാമ്പുകൾ നശിപ്പിക്കപ്പെട്ടു? 9 ക്യാമ്പുകൾ. 9 ക്യാമ്പ് ആണ്, അതായത് മെയ് 7 ഇന്നലെ നടന്നിട്ടുള്ള ആ ടെറർ ക്യാമ്പിലേക്കുള്ള അറ്റാക്കിൽ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ അതുപോലെ തന്നെ പാകിസ്ഥാനിലെ 9 ക്യാമ്പ് ആണ് ഇന്ത്യൻ സൈന്യം തകർത്തിട്ടുള്ളത്. പാകിസ്ഥാനിലെ പല ട്രെയിനിങ്സും നടക്കുന്നത് ഇത്തരത്തിലുള്ള ക്യാമ്പുകളിലാണ്. ഈ ഒരു ക്യാമ്പിലാണ് ഇന്ത്യ കൃത്യമായിട്ടുള്ള ആ ഒരു സ്ട്രൈക്ക് നടത്തിയിട്ടുള്ളത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രിസിഷൻ അറ്റാക്ക് ആയിരുന്നു ഇന്നലത്തെ ആ ഒരു അറ്റാക്ക്. 1971 ശേഷം പാകിസ്ഥാനിലും POKയിലും ആസ്ഥാനമായുള്ള ഭീകര ക്യാമ്പുകളിൽ സംയുക്തമായി നടത്തിയ ട്രൈ സർവീസ് പ്രിസിഷൻ സ്ട്രൈക്കിന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ 3 സർവീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു അറ്റാക്ക് നടന്നിട്ടുള്ളത് 1971 വാറിന് ശേഷം, അതായത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ ആ ഒരു അറ്റാക്ക് നടന്നിട്ടുള്ളതും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ടെറർ അറ്റാക്ക് നടത്തിയിട്ടുള്ള 3 സർവീസിന്റെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് നടന്നിട്ടുള്ളത് ഇന്നലെയായിരുന്നു. ആഫ്റ്റർ 1971 വാർ അത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഒരു അറ്റാക്ക് ആയിരുന്നു. ലോകത്തിനു മുന്നിൽ ഒരു പ്രസ്താവന നടത്താൻ ഓപ്പറേഷൻ സിന്ദൂർ ബ്രീഫിങ്ങിന് നേതൃത്വം നൽകിയ 2 വനിതാ ഓഫീസർമാരുടെ പേരുകൾ എന്തൊക്കെയാണ്? വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും. ഇന്നലെ നടന്നിട്ടുള്ള പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഭീകരരുടെ ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്തിട്ടുള്ള ആ വിവരം പുറത്തേക്ക് ലോകത്തിനും അതുപോലെ പ്രസ് കോൺഫറൻസ് അല്ലെങ്കിൽ ലോകത്തിന് അറിയിച്ചിട്ടുള്ള 2 വനിതകളാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, കേണൽ സോഫിയ ഖുറേഷി. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഓഫീസർ ആണ്, വനിതാ ഓഫീസർ ആണ് വ്യോമിക സിംഗ്. അതുപോലെ തന്നെ ആർമിയുടെ കേണൽ സോഫിയ ഖുറേഷി എന്നിവർ ആണ് ആ ഒരു പ്രസ് മീറ്റിംഗിൽ ഇന്ത്യൻ ഡിഫൻസിനെ കുറിച്ചും അറ്റാക്കിനെ കുറിച്ചും ലോകത്തിന് അറിയിച്ചിട്ടുള്ള ആ വ്യക്തികൾ എന്ന് പറയുമ്പോൾ അത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആൻഡ് കേണൽ സോഫിയ ഖുറേഷി. 2016 മാർച്ചിൽ ഒരു ബഹിരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ ആർമി സംഘത്തെ നയിച്ച ആദ്യത്തെ വനിതാ ഓഫീസറുടെ പേര് കേണൽ സോഫിയ ഖുറേഷി. കേണൽ സോഫിയ ഖുറേഷി 2016 മാർച്ചിൽ നടന്നിട്ടുള്ള ഒരു 18 രാജ്യങ്ങളുടെ ഒരു എക്സസൈസിൽ ലീഡ് ചെയ്തിട്ടുള്ള, നയിച്ചിട്ടുള്ള ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിനെ നയിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു വനിതാ ഓഫീസർ ആയിരുന്നു കേണൽ സോഫിയ ഖുറേഷി. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആണ് ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ ബ്രീഫിംഗിന് വേണ്ടി ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ടു ദ വേൾഡ്, ലോകത്തിനെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിൽ POKയിലെ 5 സ്ഥലങ്ങളിലും പാകിസ്ഥാനിലെ 4 സ്ഥലങ്ങളിലും ആക്രമണം നടത്താൻ ഉപയോഗിച്ച ഡ്രോൺ ഏതാണ്? ചാവിർ അല്ലെങ്കിൽ കാമിക്കാസെ ഡ്രോൺ എന്നറിയപ്പെടുന്ന LMS ഡ്രോൺ. LMS എന്നാൽ ലോയിറ്ററിംഗ് മ്യൂണിഷൻ സിസ്റ്റം എന്നറിയപ്പെടുന്ന ആ ഒരു ഡ്രോൺ അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങൾ ആണ് ഇന്ത്യ ഇന്നലെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ LMS ഡ്രോൺ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ ആ ഒരു ക്യാമ്പുകളും അല്ലെങ്കിൽ ആ ബങ്കറുകളും
അതിനെ പെർഫെക്റ്റ് ആയിട്ട് കണ്ടെത്തിക്കൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഡ്രോൺ ആണിത്. ആ ഒരു സമയം വരെ ഡ്രോൺ അങ്ങനെ പറക്കുകയും പ്രത്യേകിച്ച് ദിശയില്ലാത്ത ലെവലിൽ പറക്കുകയും എന്നാൽ ആ കൃത്യമായിട്ടുള്ള ആ ടാർഗറ്റ് കണ്ടു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്ന തകർക്കുന്ന ഒരു സിസ്റ്റമാണ് LMS ഡ്രോൺ എന്ന് പറയുന്ന സൂയിസൈഡ് ഓർ കാമിക്കാസെ ഡ്രോൺ ഇന്ത്യ ഉപയോഗിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം മാറ്റിവെച്ച 3 രാജ്യങ്ങൾ ഏതാണ്? ക്രൊയേഷ്യ, നോർവേ ആൻഡ് നെതർലാൻഡ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ ഒരു സമയത്ത് സന്ദർശിക്കേണ്ട 3 രാജ്യങ്ങളായിരുന്നു ക്രൊയേഷ്യ, നോർവേ ആൻഡ് നെതർലാൻഡ്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹം 3 രാജ്യങ്ങളിലേക്കുള്ള ഫോറിൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിരുന്നു. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ടെന്യൂർ ഓഫ് CBI ഡയറക്ടർ ഫോർ 1 year. CBI ഡയറക്ടറുടെ കാലാവധി സർക്കാർ 1 വർഷത്തേക്ക് നീട്ടി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 1 വർഷത്തെ കാലാവധി നീട്ടി നൽകിയ നിലവിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദ്. ഇപ്പോഴത്തെ CBIയുടെ അതായത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഡയറക്ടർ ആണ് പ്രവീൺ സൂദ്. അദ്ദേഹത്തിന് വീണ്ടും 1 വർഷം കൂടി കാലാവധി ലഭിച്ചിരിക്കുകയാണ്. ദ പ്രസന്റ് ഡയറക്ടർ ഓഫ് CBI പ്രവീൺ സൂദ് ആണ്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഏറ്റവും ഉയർന്ന പദവി ഏതാണ്? ഡയറക്ടർ. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് CBIയുടെ ഡയറക്ടർ. അതിന് താഴെ വരുന്ന പോസ്റ്റ് ആണ് സ്പെഷ്യൽ ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ എന്നിവയെല്ലാം. CBI ഡയറക്ടറായി പ്രവീൺ സൂദ് ഏത് രീതിയിലാണ് ചുമതലയേറ്റത്? 2023 മെയ് 25. 2 വർഷം മുമ്പ് മെയ് 25 തീയതിയാണ് CBIയുടെ ഡയറക്ടർ ആയിട്ട് പ്രവീൺ സൂദ് ആ ഒരു ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. വീണ്ടും അദ്ദേഹത്തെ 1 വർഷം കൂടി നീട്ടിയിരിക്കുകയാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് തമിഴ്നാട് ടു ഡിക്ലെയർ മെയ് 5 ആസ് ട്രേഡേഴ്സ് ഡേ. തമിഴ്നാട് മെയ് 5 വ്യാപാര ദിനമായി പ്രഖ്യാപിക്കും. തമിഴ്നാടുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മെയ് 5 വ്യാപാര ദിനമായി പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ട്രേഡ് കോൺഫറൻസിൽ ആണ് ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് മെയ് 5 ഇനി മുതൽ തമിഴ്നാട്ടിൽ ട്രേഡേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന കാര്യം. മെയ് 5 തമിഴ്നാട്ടിൽ വ്യാപാര ദിനമായി പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് MK സ്റ്റാലിൻ. അദ്ദേഹമാണ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് മെയ് 5 ഇനി മുതൽ ട്രേഡേഴ്സ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കുമെന്ന്. അടുത്തൊരു ഇന്റർനാഷണൽ ന്യൂസ് ആണ് യമൻ അപ്പോയിന്റ്സ് ഫിനാൻസ് മിനിസ്റ്റർ സലീം ബിൻ ബ്രേക്ക് ആസ് ന്യൂ പ്രൈം മിനിസ്റ്റർ. യമൻ ധനമന്ത്രി സലീം ബിൻ ബ്രേക്കിനെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 5 യമൻ പ്രധാനമന്ത്രിയായി നിയമിതനായ യമന്റെ ധനമന്ത്രി ആരായിരുന്നു? സലീം ബിൻ ബ്രേക്ക്. യമനിൽ നടന്നിട്ടുള്ള ഒരു മാറ്റമാണ്. അതായത് യമന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള സലീം ബിൻ ബ്രേക്കിനെ യമന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത കാര്യം. ഗുരുതരമായ ഭരണഘടനാ പരിമിതികൾ ചൂണ്ടിക്കാട്ടി 2025 മെയ് 3 രാജിവെച്ച യമൻ പ്രധാനമന്ത്രിയുടെ പേര് അഹമ്മദ് അവാദ് ബിൻ മുബാറക്. യമന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അഹമ്മദ് അവാദ് ബിൻ മുബാറക്. അദ്ദേഹം ഈ കഴിഞ്ഞ മെയ് 3 രാജിവെച്ചു. കാരണമെന്ന് പറയുമ്പോൾ ഗുരുതരമായിട്ടുള്ള ഭരണഘടനാ പരിമിതികൾ ആണ് അദ്ദേഹത്തെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ രാജിവെക്കാൻ പ്രേരിപ്പിച്ചത്. ആ ഒരു സ്ഥാനത്താണ്, അതായത് യമന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് ഇപ്പോൾ സലീം ബിൻ ബ്രേക്ക് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. യമനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുകയും പിന്നീട് യമന്റെ തലസ്ഥാനമായ സനയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്ത വിമതരുടെ പേര് അൻസാർ അല്ലാഹ് എന്നും അറിയപ്പെടുന്ന ഹൂതികൾ. യമനിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റിബൽസ് ആണ് ഹൂതികൾ. ഇവരാണ് പലപ്പോഴും ഇന്റർനാഷണൽ ലെവലിൽ പോലും ഇവർ, പ്രത്യേകിച്ച് യമൻ ആയി ബന്ധപ്പെട്ട കടലിടുക്കിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു ടെറർ ടീം എന്ന് പറയാൻ പറ്റും ഈ ഹൂതികൾ. ഇവരാണ് യമന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള സന ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് വേൾഡ് അത്ലറ്റിക്സ് ഡേ 2025 സെലിബ്രേറ്റഡ് ഗ്ലോബലി. 2025 ലോക അത്ലറ്റിക് ദിനം ആഗോളതലത്തിൽ ആഘോഷിക്കുന്നു. ഇന്നലെയായിരുന്നു വേൾഡ് അത്ലറ്റിക്സ് ഡേ. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ലോക അത്ലറ്റിക്സ് ദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? മെയ് 7. മെയ് 7 തീയതിയാണ് എല്ലാ വർഷവും വേൾഡ് അത്ലറ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്നലെ ബുധനാഴ്ച, ഇന്നലെയായിരുന്നു മെയ് 7 ലോക അത്ലറ്റിക്സ് ദിനം ആയിട്ട് ആചരിച്ചിട്ടുള്ളത്. ഇപ്പോൾ വേൾഡ് അത്ലറ്റിക്സ് എന്നറിയപ്പെടുന്ന
ഇന്റർനാഷണൽ അമച്വർ അത്ലറ്റിക് ഫെഡറേഷൻ ലോക അത്ലറ്റിക്സ് ദിനം ആരംഭിച്ച വർഷം 1996 1996 വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷൻ വേൾഡ് അത്ലറ്റിക്സ് അത് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എല്ലാ വർഷവും മെയ് 7 തീയതിയാണ് വേൾഡ് അത്ലറ്റിക്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേർഡീസ് കറണ്ട് അഫേഴ്സിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.